നാളെ ഒരാൾ പറയുമ്പോൾ ഒരിക്കലും മോശം വീടെന്ന് പറയരുത്. അതിനകത്ത് എല്ലാം ഉണ്ട് അതിനകത്ത് എന്ന് പറയുമ്പോൾ നമുക്കൊരു ഹാപ്പിനെസ് അല്ലേ. നിങ്ങളെപ്പോലുള്ള ഒരുപാട് ആൾക്കാർ അത് പറഞ്ഞിരുന്നു, എല്ലാം തികഞ്ഞൊരു വീട് എന്ന് നിങ്ങളെല്ലാവരും പറഞ്ഞു. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ഫർണിച്ചേഴ്സും മറ്റുള്ള കാര്യങ്ങളും ഇലക്ട്രോണിക്സ് ഐറ്റംസും ടേബിളും സോഫയും എല്ലാം കൊടുക്കാൻ കാരണം. ഈവൻ കോമ്പൗണ്ട് വാൾ അതേപോലെ ലാൻഡ്സ്കേപ്പിംഗ് എല്ലാം ചെയ്ത് കൊടുക്കാൻ കാരണം. ഇന്നലെ ഒരു ബിസിനസ് ആണ്, നമ്മൾ പല സിറ്റുവേഷൻസ് ഫേസ് ചെയ്യുന്ന ആളുകളാണല്ലോ. പക്ഷെ ഇന്നലെ അത്രയും ഇമോഷണൽ ആയിട്ട് മാറിയത് എന്തുകൊണ്ടാണ്? ഞാൻ വളരെ സെൻസിറ്റീവായിട്ട് ഒരാളാണ്. നമ്മൾ എന്താ പറയുക, ഞാൻ വളരെ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള. ഇപ്പോൾ എന്നെ സംബന്ധിച്ചോളം പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ വളരെ സിൻസിയറായിട്ട് നമ്മൾ ചെയ്യും. അതിനൊരു ഓപ്പോസിറ്റ് റിയാക്ഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കരമായിട്ട് ഹർട്ട് ചെയ്യും. അങ്ങനെ അതുകൊണ്ട് ഭയങ്കരമായിട്ട് ഹർട്ടായി പോയി, ഭയങ്കര ഇമോഷണൽ. എന്താ വെച്ചാൽ ഇന്നലെ കാലത്ത് ഞാൻ എൻ്റെ മൊബൈൽ എടുത്ത് ഞാൻ നോക്കുമ്പോൾ എനിക്ക് വാട്സപ്പിൽ വന്നുള്ളത് രേണുവിൻ്റെ വീഡിയോ ആയിരുന്നു. ഏകദേശം ഒരു 5-10 ആൾക്കാർ എനിക്ക് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടപ്പോൾ കണ്ടില്ല, അദ്ദേഹം പറയുന്ന വാക്കുകൾ കേട്ടില്ലേ? ഒരു ഹെൽപ്പ് ചെയ്ത് കൊടുത്തപ്പോൾ അത് ചെയ്തു തന്ന ആളുകളെ ദൈവത്തിനെ പോലെ കാണേണ്ടതിന് പകരം അവരുടെ വീട്ടിലെ മാറാലയും അവരിടുന്ന അവശിഷ്ടങ്ങളും, അത് ഈവൻ അവരുടെ വീട്ടിലെ ട്യൂബ് ലൈറ്റ് പോയാൽ അല്ലെങ്കിൽ അവരുടെ വീട്ടിലെ ലൈറ്റ് പോയാൽ ഉടനെ ഈ വീട് പണിത് കൊടുത്ത ആളിനെ വിളിക്കും.